ഇന്ന് നല്ലൊരു വെറൈറ്റി കല്ലുമ്മക്കായ് കറി തേങ്ങ അരച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. എന്തായാലും കല്ലുമ്മക്കായ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് തേങ്ങ അരച്ചിട്ട് കറിയോ അല്ലെങ്കിൽ മാങ്ങ ഇട്ടിട്ടുള്ള തേങ്ങ അരച്ച കറിയോ അല്ലെങ്കിൽ മുളകിട്ട കറിയോ. അപ്പോൾ കല്ലുമ്മക്കായ് കിട്ടിയിട്ടുണ്ട് നമുക്ക്, ചെറുതാട്ടോ, വലുതൊന്നല്ല, അധികം വലുതൊന്നല്ല. അപ്പോൾ അത് നല്ലതുപോലെ ഇത് കീറി ഇങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യണോ, അതിൻ്റെ ഉള്ളിലൊരു പാമ്പൻ എന്ന് പറയുന്ന പോലെ ഒരു ചെറിയൊരു നാരുണ്ട്. ആ നാരെടുത്ത് കളയണം, അത് നിർബന്ധമായിട്ട് എടുത്ത് കളയണം. അതിൻ്റെ ഉള്ളിലൊരു കറുത്ത ഒരു ഇതുണ്ട്, അതും എടുത്ത് കളയണം. അപ്പോൾ അതിങ്ങനെ നൂല് പോലെ ഒരു സാധനമാണ്. അത് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിച്ച് എടുത്ത് കളയേണ്ടത് നിർബന്ധമുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ അത് നല്ലതുപോലെ എല്ലാം നല്ലതുപോലെ കീറി എടുക്കുക. കീറി എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഓരോന്ന് കീറി എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇങ്ങനെ വെച്ച് അത് നമുക്ക് കഴുകി പിന്നീട് വൃത്തിയാക്കാം. അത് എല്ലാം ഒന്നായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക, ഇത് കീറിപ്പൊളുക്കുന്നത്. അപ്പോൾ കൈ ശ്രദ്ധിക്കുകയും വേണം. അതിനുശേഷം നമ്മളിവിടെ കല്ലുമ്മക്കായ് മുഴുവൻ നമ്മൾ ഓപ്പൺ ചെയ്ത് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളെല്ലാം ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കറിയിൽ ഇടാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ വെച്ചാൽ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ ചെറുതായിട്ട് മുറിച്ചിട്ട്, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ ഒരു വല്യുള്ളി, കറിവേപ്പില, പച്ചമുളക്, തക്കാളി, ഇതൊക്കെ നമ്മൾ കറിയിലേക്ക് ആവശ്യമായുള്ള ചേരുവകൾ നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അതിനുശേഷം ഒരു തേങ്ങ, ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് ചിരണ്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ 3/4 ടീസ്പൂൺ അങ്ങനെ മുളക് പൊടി ഇട്ടിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, കുറച്ച് മല്ലിപ്പൊടി ഇടുക. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് 1-2 ഇടുക. നിങ്ങൾക്ക് കറീൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉള്ള ഇട്ടിട്ട് അതിലേക്ക് അല്പം പെരിഞ്ജീരം കൂടി ഇട്ട് നല്ലതുപോലെ നല്ല വെണ്മ പോലെ അരച്ചെടുക്കുക. അത് നമ്മൾ ഇനി എന്താ ചെയ്യുക വെച്ചാൽ അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടി വെച്ച് നല്ലതുപോലെ ഗ്യാസ് ഫ്ലെയിം ഓപ്പൺ ചെയ്ത് അതൊന്ന് കായുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കടുകും അല്പം ഉലുവയും ഇട്ട് കൊടുക്കാം. അധികം മീൻകറിക്കും ഉലുവയാണ് ഉപയോഗിക്കുന്നത്, എന്നാലും നമ്മൾ ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് ഉലുവ ഇട്ട് കൊടുക്കുക. കാരണം കല്ലുമ്മക്കായ് കറിക്ക് കടുകാണ് ബെസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരാണ് പണ്ടുള്ളവരെല്ലാം. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് മൂത്ത് പിന്നെ ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് വലിയുള്ളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ പച്ചവളവും പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ എന്ത് ചെയ്യുക, ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒന്ന് വാടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കഴിഞ്ഞ് നമുക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക. അതായത് ഒന്ന് വാടാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് കുറച്ച് കല്ലുപ്പാട്ടോ ഇട്ടത്, കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് കല്ലുപ്പ് ഇട്ട് ഒന്ന് കുറച്ച് സമയം വെച്ച് ഒന്ന് ഇതായതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് പിന്നെ മാങ്ങ ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കുക. മാങ്ങ ഇട്ട് ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമണം മാറുക, ഈ വെജിറ്റബിൾസിൻ്റെ എല്ലാം പച്ചമണം മാറുക എന്നുള്ള രീതിയിലാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പിന്നെ കല്ലുമ്മക്കായ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ അരച്ചെടുത്ത അരപ്പുണ്ടല്ലോ, അതായത് തേങ്ങേൻ്റെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ കല്ലുമ്മക്കായിൽ ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5-7 മിനിറ്റ് അങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ കല്ലുമ്മക്കായ് തേങ്ങ അരച്ച മാങ്ങയിട്ട കറി നമുക്ക് കിട്ടും. ചോറിന് ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് പലർക്കും. ഇങ്ങനെയാണ് കല്ലുമ്മക്കായിൻ്റെ കറി വെക്കേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഷെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ നല്ലതുപോലെ വെട്ടിത്തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിനി ഇതിൽ വറവും കാര്യങ്ങളൊന്നും ഇടാനുള്ള ഒരു കറിവേപ്പിലേൻ്റെ തണ്ട് നമുക്ക് വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് എടുത്തിട്ട് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് കല്ലുമ്മക്കായ് കറി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.